afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Exams. കുഴപ്പമില്ലായിരുന്നു. വന്നില്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് മാർക്ക്? റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നു. എങ്ങനെയുണ്ട് മാർക്ക്? അപ്പൊ അതിനകത്ത് എങ്ങനെയാ മാമ അറിയണേ? റിസൾട്ട് എങ്ങനെയാ അറിയണേ? റിസൾട്ട് വന്നല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ. കണ്ടില്ലേ റിസൾട്ട്? നോക്കിയില്ല. അതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല മാം. എനിക്ക് 80 ഉണ്ട്. എനിക്ക് 107. മാം 104. നല്ല മാർക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും. ഓക്കെ, ഇതുപോലെ 3ഉം 4ഉം മൊഡ്യൂൾ പഠിക്കണം കേട്ടോ. നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഫസ്റ്റും സെക്കൻഡും ഇത്തിരി എളുപ്പമായിരുന്നു. തേർഡും ഫോർത്തും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ തന്നെ വായിച്ച്. ഓക്കെ, സൂസൻ പോൾ ഒന്ന് മ്യൂട്ടാക്കോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. തേർഡ് മൊഡ്യൂളിലെ സൂസൻ പോൾ ഒന്ന് മ്യൂട്ടാക്കി. എന്താണ് മാർക്കറ്റിംഗ്? ഐഡിയ ഉണ്ടോ മാർക്കറ്റിംഗ് എന്താണെന്ന്? എന്താ മാർക്കറ്റിംഗ്? ബിസിനസ് ആണ്. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? കച്ചവടം. പിന്നെ ബിസിനസ്സിൽ ആരൊക്കെ ഉണ്ടാവും? ഏതൊക്കെ പേഴ്സൺസ് തമ്മിലാ ബിസിനസ് നടത്താം? ഡിസ്ട്രിബ്യൂട്ടർ, കസ്റ്റമറും സെല്ലറും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാർക്കറ്റിംഗിന്റെ 3 ഡെഫിനിഷൻസ് ആണ്. ഓരോന്നും നിങ്ങൾ വായിച്ചു നോക്കി പഠിക്കണം. What is marketing? It is a performance of business activities that manage the flow of goods and services from the producer to the consumer or user. ആരാണ് പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ എന്താ മീനിങ്? പ്രൊഡ്യൂസർ ആരാ? നിർമ്മാതാവ്. പ്രൊഡ്യൂസറിനെ പറയുന്നത് നിർമ്മാതാവ്. ഓക്കെ, സെല്ലർ. ഗുഡ്സ് നിർമ്മിക്കുന്ന ആളെ പറയുന്നതാണ് നിർമ്മാതാവ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ. ആരായിരിക്കും കൺസ്യൂമർ? കൺസ്യൂമർ ആരാ? കസ്റ്റമർ അല്ലെ, ഉപഭോക്താവ്. ഉപഭോക്താവ്. ഇനി കൺസ്യൂമറെ 3 പേരിൽ പറയും കേട്ടോ. കൺസ്യൂമർ, കസ്റ്റമർ, യൂസർ. 3 പേരിൽ പറയുന്നുണ്ട്. ചില ടൈമില് കൺസ്യൂമർ എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് യൂസർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മാറിപ്പോവരുത്. കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ്? ഉപഭോക്താവാണ്. സാധനം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി.
വ്യക്തി, യൂസർ എന്ന് പറയുന്നുണ്ട്, കസ്റ്റമർ എന്ന് പറയുന്നുണ്ട്, കൺസ്യൂമർ എന്ന് പറയും. So first definition നോക്കി, it is a performance of business activity that manage the flow of goods and services from the producer to the consumer or user. നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയല്ലേ യൂസറിന്റെ കയ്യിലേക്ക് എത്തുന്ന ആ ഫ്ലോ ഉണ്ടാവുമല്ലോ, ആ ഫ്ലോയെ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിയാണ് എന്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ്, അദ്ദേഹം നിർമ്മിച്ച ഗുഡ്സ് ആൻഡ് സർവീസസുകള് കൺസ്യൂമറിന്റെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്ലോയെ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഫസ്റ്റ് ഡെഫിനിഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കിയേ. It is the development and systematic distribution of goods and services for selected consumer segment. ഈ selected consumer segment എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്ത വിഭാഗം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ കുഞ്ഞിക്കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് എന്താണ് പനിക്കായിട്ട് ഫീവർ വരുമ്പോൾ എന്താണ് ഡോക്ടേഴ്സ് കൊടുക്കുന്നത്? എന്താണ്? പാരസെറ്റാമോളിന്റെ സിറപ്പാണ് അല്ലെ. അതുപോലെ എന്താണ് അഡൽറ്റ്സിന്, വലിയ ആളുകൾക്ക് എന്താ കൊടുക്കുന്നത്? സിറപ്പാ കൊടുക്കാം? എന്താ കൊടുക്കാം? സിറപ്പാണോ അല്ലെങ്കിൽ ഗുളികയോ കൊടുക്കാം? ടാബ്ലറ്റ് അല്ലെ, ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്ത വിഭാഗത്തിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്തതും, സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവസ്ഥാപിതമായ. അപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്ത വിഭാഗത്തിന് വേണ്ടിയിട്ട് വ്യവസ്ഥാപിതമായതും അതുപോലെ തന്നെ വികസിപ്പിച്ചെടുത്തതുമായ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തെ പറയുന്നതാണ് മാർക്കറ്റിംഗ്. നമ്മളവിടെ പറഞ്ഞു അല്ലെ, എന്താണ് കുഞ്ഞിക്കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നത്? പാരസെറ്റാമോളിന്റെ സിറപ്പ് എടുക്കുന്നത്, സിറപ്പ് മാനുഫാക്ചറിങ് നടത്തുന്നത്. അതുപോലെ തന്നെ അഡൽറ്റിനെ നോക്കിക്കണ്ടുകൊണ്ടാണ് എന്ത് പാരസെറ്റാമോളിന്റെ ഗുളിക അല്ലെ, ഡോളോ പോലുള്ള പാരസെറ്റാമോൾ ടാബ്ലറ്റ്സുകൾ നിർമ്മിക്കുന്നത്. അതാണ് അവിടെ സെലക്ടഡ് കൺസ്യൂമർ. കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, ചെറിയ കുട്ടികൾക്ക് ഇന്ന അല്ലെങ്കിൽ ഇന്ന സിറപ്പ്, മുതിർന്നവർക്ക് എന്താണ് ഇന്ന സിറപ്പ് അല്ലെങ്കിൽ ഇന്ന ഗുളിക എന്നുള്ള ഒരു ഗ്രൂപ്പിനെ അനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഓരോ ഐറ്റംസുകള് നിർമ്മിക്കുന്നത്. അപ്പൊ സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് മനസ്സിലായോ? കൺസെപ്റ്റ് എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്ത വിഭാഗത്തിന് വേണ്ടിയിട്ട് വ്യവസ്ഥാപിതമായതും വികസിപ്പിച്ചെടുത്തതുമായ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷനെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? സെക്കൻഡ് ഡെഫിനിഷൻ. ഓക്കെ, ഇനി എന്താണ് തേർഡ് ഡെഫിനിഷൻ നോക്കി. മാർക്കറ്റിംഗ് ഈസ് ദ functional management by an organization of its exchange relation with its various markets. Various market എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള വിപണികൾ അല്ലെ. ഇനി എക്സ്ചേഞ്ച് റിലേഷൻ എന്താണ്? എക്സ്ചേഞ്ച് റിലേഷൻ വിനിമയ ബന്ധങ്ങൾ. എക്സ്ചേഞ്ച് റിലേഷനെ പറയുന്നത് വിനിമയ ബന്ധങ്ങൾ. വേരിയസ് മാർക്കറ്റ്സ് അറിയാലോ, പലതരത്തിലുള്ള വിപണികള്. അപ്പോ ഇവിടെ തേർഡ് ഡെഫിനിഷനില് മാർക്കറ്റിംഗ് എന്നാൽ എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് എന്നത് വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്? എന്താണ്? വിവിധ വിപണികളുമായുള്ള
ഒരു ഓർഗനൈസേഷന്റെ എക്സ്ചേഞ്ച് റിലേഷനെ, വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ? അത് മനസ്സിലായോ? വിവിധ വിപണികളുമായുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന പ്രവർത്തനത്തെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം, ഹോൾസെയിൽ ഷോപ്പ് കേട്ടോ. ഹോൾസെയിൽ ഷോപ്പ്, ഒരു തുണികളുടെ ഹോൾസെയിൽ ഷോപ്പ്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് തുണികൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വലിയൊരു ഓർഗനൈസേഷനിൽ നിന്ന് ചെറിയ ചെറിയ കടകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്ചേഞ്ച് റിലേഷൻ നടത്തുന്നുണ്ട്. കിട്ടിയോ കൺസെപ്റ്റ്? വലിയൊരു ഓർഗനൈസേഷനിൽ നിന്ന് ചെറിയ ചെറിയ കടകളിലേക്ക്, ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ചേഞ്ച് റിലേഷനെ പറയുന്നതാണ് എന്ത്? മാർക്കറ്റിംഗ്. കൺസെപ്റ്റ് കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ 3 രീതിയിലാണ് ഇവിടെ മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡെഫിനിഷൻ എന്തായിരുന്നു? പ്രൊഡ്യൂസറിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂമറിലേക്ക് എത്തുന്നതിന്റെ ഫ്ലോയെ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ്. അതുപോലെ എന്താണ്? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ് അല്ലെ, തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്ത വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് വ്യവസ്ഥാപിതമായതും വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്താ മിസ് പറഞ്ഞ ആ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാട്ടോ. കിട്ടും, കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പിന്നെ എന്താണ് മാർക്കറ്റിംഗ്? തേർഡ് ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? ഒരു ഓർഗനൈസേഷന്റെ അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ എന്താണ് വിവിധ വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ വിനിമയ ബന്ധങ്ങൾ, എക്സ്ചേഞ്ച് റിലേഷനെയും മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പിലേക്ക് തുണികള് അല്ലെ, കച്ചവടത്തിന് വേണ്ടിയിട്ട് തുണികളുടെ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? അത് മനസ്സിലായോ? 3 ഡെഫിനിഷനും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. ഇനി എന്താണ് മാർക്കറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽസ് ഇൻ ഫണ്ടമെന്റലി the same as that of the any business organization. എന്താണ് ഫണ്ടമെന്റലി എന്ന് പറഞ്ഞാല്? ഫണ്ടമെന്റലി എന്താ മീൻ ചെയ്യുന്നത്? എന്താ ഫണ്ടമെന്റലി? അടിസ്ഥാനപരമായി അല്ലേ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് എന്നാല് അടിസ്ഥാനപരമായി പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന്റെയും ബിസിനസ് ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഗസ് ചെയ്യാൻ പറ്റോ? ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കണം അല്ലെ. അവർക്ക് എല്ലാ ഓർഗനൈസേഷനെക്കാട്ടിയും മുൻപന്തിയിൽ നിൽക്കണം. അതുപോലെ തന്നെ എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസ് അല്ലെ. അവരെന്താണ്? ഓരോ രോഗികൾക്ക് സർവീസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഓക്കെ. ഇനി എന്താണ്? ബട്ട് മാർക്കറ്റിംഗ് ഈസ് സ്റ്റിൽ ട്രീറ്റഡ് ആസ് ആൻ അൺഓർത്തഡോക്സ് മോഡ് ഓഫ് പ്രൊമോട്ടിംഗ് ഓർ സെല്ലിംഗ് ഹെൽത്ത് കെയർ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് അൺഓർത്തഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യഥാസ്ഥിതികമല്ലാത്ത ഓരോ ഹോസ്പിറ്റൽസും എന്താണ് ഇപ്പൊ മോഡേൺ രീതിയായിട്ട് മാറിയല്ലേ. മോഡേൺ രീതികളിലൂടെയാണ് അവരുടെ എല്ലാ പ്രമോഷനും നടക്കുന്നത്. പ്രമോഷൻസ് എന്താണ്? എങ്ങനെയാ പ്രമോഷൻ നടത്താം?
എങ്ങനെയാ പ്രൊമോട്ട് ചെയ്യാം? ഈ പ്രൊമോഷൻ നടത്തുന്നത് എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്? ആഡ്സിലൂടെ. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്റെ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് ആഡ്സ് വഴി, പല ആഡ്സ് വഴിയാണ് നമ്മൾ, അല്ലെങ്കിൽ പരസ്യങ്ങൾ വഴിയാണ് ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ആഡ്സ് കൊടുക്കണം. ക്ലിയർ ആയോ? അപ്പോ ഇവിടെ മാർക്കറ്റിംഗ് എന്താണ്? ഹെൽത്ത് കെയർ ആയാലും എന്താണ്, അവരുടെ പുതിയ സർവീസ് തുടങ്ങുകയാണെങ്കിലും, അല്ലെങ്കിൽ അവർ സർവീസ്, പുതിയൊരു സർവീസ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പല പല മോഡേൺ രീതികളും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഓരോ ഹോസ്പിറ്റലിന്റെ പരസ്യങ്ങള്, ആഡുകള്, അവർ കൊടുക്കുന്ന സർവീസുകള് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ എന്താ, കണ്ണടകളുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? ഫ്രെയിംസിന്റെ കാര്യങ്ങളൊക്കെ ആഡുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെ പലതരത്തിലുള്ള ആഡ്സുകളാണ് ഇപ്പൊ ഹോസ്പിറ്റൽസും പ്രൊമോട്ട് ചെയ്യുന്നത്, അവരുടെ സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിയേ, മിസ്കൺസെപ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. എന്താണ് മിസ്കൺസെപ്ഷൻ? എന്താണ് മിസ്കൺസെപ്ഷൻ? എന്താണ് മിസ്കൺസെപ്ഷൻ? എന്താ മീൻ ചെയ്യുന്നത് മിസ്കൺസെപ്ഷൻ? തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണ കേട്ടോ, തെറ്റിദ്ധാരണ. ഓക്കെ, നോക്കാട്ടോ. മാർക്കറ്റിംഗ് ഈസ് ജസ്റ്റ് സെല്ലിംഗ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു തെറ്റിദ്ധാരണയാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് സെല്ലിംഗ് എന്നാണ് ഇവിടെ പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സെല്ലിംഗ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗിന് കുറെ അധികം ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഫങ്ഷൻസ് ആണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ് ലൈക്ക് നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അടിയിൽ വരച്ചു വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ് ചോദിക്കും. എന്തൊക്കെയാണ്? നീഡ് അസസ്മെന്റ് അല്ലെ, ആവശ്യങ്ങള് വിലയിരുത്തണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി വേണം നമുക്ക് പ്രൊഡക്റ്റ് നമ്മളെ മാർക്കറ്റില് ഇറക്കാനായിട്ട്. അതുപോലെ മാർക്കറ്റ് റിസർച്ച്, ഗവേഷണം നടത്തണം. ഇനി എന്താണ്? പ്രൊഡക്റ്റിന്റെ വികസനം, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്. പ്രൈസിംഗ് അല്ലെ, വില നിർണ്ണയിക്കലുണ്ട്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോ സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ അധികം ഫങ്ഷൻസ് ഉണ്ട് മാർക്കറ്റിംഗിന്. അതിലൊരു ഫങ്ഷൻസ് ആണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ? അത് മനസ്സിലായോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു മേക്ക് സെല്ലിംഗ് സർപ്ലസ്. അപ്പൊ മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? മേക്ക് സെല്ലിംഗ് സർപ്ലസ് അല്ലെ. എന്താണ്? വിൽപ്പനയെ വർദ്ധിപ്പിക്കുക എന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. എന്താണ്? വിൽപ്പന വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക്? എന്താണ് കിട്ടാൻ നമുക്ക്? വിൽപ്പന വർദ്ധിച്ചു കഴിഞ്ഞാല് പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ. പ്രോഫിറ്റ് മേക്കിംഗ് സാധ്യതയുണ്ട്. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കുറെ അധികം വിറ്റഴിഞ്ഞ്, നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റഴിഞ്ഞ് പോകുന്നത് മൂലം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോ മാർക്കറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങള് സെല്ലിംഗ് സർപ്ലസ്, സർപ്ലസ് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, മേക്കിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാർക്കറ്റില് ഓരോ പ്രൊഡക്റ്റും ഇറക്കുന്നത്. മനസ്സിലായോ? അത് ആ പാരഗ്രാഫ് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി എന്താണ്? ക്വാളിറ്റി എലോൺ എന്നാക്കണം കേട്ടോ. അവിടെ എലോൺ എന്നാക്കണേ. ALONE. ALONE. Quality alone is enough. എന്താണ്?
ക്വാളിറ്റിക്ക് മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. രണ്ട് എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ ഓഫ് പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനീസ്. കേസ് ഓഫ് മാനുഫാക്ചറിംഗ് പെർഫെക്റ്റ്ലി എക്സ്പീരിയൻഡ് mousetrap. Mousetrap high cost, high quality, no sales. രണ്ട് നോ സെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. ഒരു നോ സെയിൽ വെട്ടിക്കളയാം. Fail to effectively market. എന്താ പറയുന്നത്? പയനിയർ ടൂൾ ആൻഡ് ഡൈ കമ്പനി എന്ത് ചെയ്തു? എന്താണ് മാനുഫാക്ചർ ചെയ്തത്? പെർഫെക്റ്റ് ആയിട്ട് അവര് ഒരു മൗസ് ട്രാപ്പ് ഉണ്ടാക്കി. എന്താണ് മൗസ് ട്രാപ്പ്? എന്താ മൗസ് ട്രാപ്പ്? എലിക്കിണി അല്ലെ? എലിക്കിണി പെർഫെക്റ്റ് ആയിട്ട് ആ കമ്പനി ഉണ്ടാക്കി. അതിനുശേഷം അവർ ഫിക്സ് ചെയ്തു ഹൈ കോസ്റ്റ് ആണ് അതിന് അവര് ഫിക്സ് ചെയ്തത്. അതുപോലെ തന്നെ എന്താണ്? ഹൈ ക്വാളിറ്റിയുമാണ് അത് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ ഇറക്കിയപ്പോ എന്താ സംഭവിച്ചേ? മാർക്കറ്റിൽ ഇറക്കിയപ്പോ സെയില് നടന്നോ? ഇല്ല. ഫെയിൽ ആയിപ്പോയി. എന്താ കാരണം ഫെയിൽ ആയി പോവാനായിട്ട്? എന്താ ഫെയിൽ ആവാൻ കാരണം പറയാൻ പറ്റുമോ? ഹൈ കോസ്റ്റ് ആണല്ലേ അവര് ഫിക്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ്? സാധാരണ ജനങ്ങൾക്ക് അത് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്? ക്വാളിറ്റി നല്ലത് വേണം. അതുപോലെ തന്നെ അവർക്ക് പറ്റുന്ന തരത്തിലുള്ള റീസണബിൾ പ്രൈസ് ആയിരിക്കണം ഓരോ പ്രൊഡക്റ്റിനും നമ്മള് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവര് ഹൈ കോസ്റ്റ് ആ പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്തപ്പോ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റില് ഫെയിൽ ആയി പോകാനായിട്ട് കാരണം. ക്ലിയർ ആയില്ലേ ആ എക്സാമ്പിള്? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ക്വാളിറ്റിയെ മാത്രം നമ്മള് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. സാധാരണക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് നോക്കിയേ. എ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കൺസ്യൂമർ നീഡ് customer needs and requirements is vital to successful marketing. Example of Coca-Cola company gets rid of old Coke and introduce new Coke. എന്താണ്? കൊക്കക്കോള കമ്പനി അല്ലെ? കൊക്കക്കോള അവര് ആദ്യം ഇറക്കിയപ്പോ എന്താണ്? മാർക്കറ്റിലത് ഫെയിൽ ആയിപ്പോയി. അതിനുശേഷം എന്ത് ചെയ്തു? അവര് അവരുടെ ലേബലിംഗിൽ വ്യത്യാസം വരുത്തി. അതുപോലെ തന്നെ എന്താ? അതിന്റെ കണ്ടന്റിൽ വ്യത്യാസം വരുത്തി, ബോട്ടിലിൽ വ്യത്യാസം വരുത്തി. ഒരു ന്യൂ പ്രൊഡക്റ്റ് ആയിട്ട് അവര് മാർക്കറ്റിൽ ഇറക്കിയപ്പോ അതെന്തായിട്ട് വന്നു? മാർക്കറ്റില് സക്സസ്ഫുൾ ആയിട്ട് വന്നു അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? ഒരു മാർക്കറ്റില് ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ നോക്കണം? കസ്റ്റമേഴ്സിന്റെ നീഡ് അല്ലെ? കസ്റ്റമേഴ്സിന്റെ നീഡ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വാൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഓരോ പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഇറക്കാനായിട്ട്. അതുപോലെ റീസണബിൾ പ്രൈസ് ഫിക്സ് ചെയ്യണം. അവർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം ഓരോ പ്രൊഡക്റ്റിനും ഇറക്കേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ? രണ്ട് എക്സാമ്പിളും ഓക്കെ ആണ്. ജസ്റ്റ് ഒന്നത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നും വരില്ല ഇതിൽ. ഓക്കെ. ഇനി എന്താണ്? മാർക്കറ്റ് റിസർച്ച് അല്ലെ? നമ്മൾ പഠിച്ചു മാർക്കറ്റിംഗ് ഫങ്ഷൻസിൽ നമ്മൾ പഠിച്ചു അല്ലെ? മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റിംഗില് ഗവേഷണം നടത്തണം. ഞാൻ പറഞ്ഞ എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം മാർക്കറ്റ് ഗവേഷണം നടത്തേണ്ടതുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡു യുവർ കസ്റ്റമേഴ്സ് വാണ്ട്? എന്താണത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു കസ്റ്റമേഴ്സ് വാണ്ട്? കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്താണ് അല്ലെ? അവരുടെ ആവശ്യം എന്താണ് അത് നോക്കണം. അതുപോലെ എന്താണ്? വാട്ട് പ്രൈസ് ഈസ് ഹി റെഡി ടു പേ? എന്ത് വില കൊടുക്കാൻ അവർ കസ്റ്റമേഴ്സിന്റെ നീഡ് ആവശ്യം അല്ലെ? നീഡ്. അതുപോലെ തന്നെ സെക്കൻഡ് നോക്കിയേ. എന്താണ് പറഞ്ഞത്?
അവർ എന്ത് വില കൊടുക്കാൻ ആ പ്രൊഡക്റ്റിന് അവർ എന്ത് വില കൊടുത്ത് വാങ്ങും അല്ലെ? അങ്ങനെയുള്ള എന്ത് വില കൊടുത്താണ് അവര് എന്ത് വില കൊടുക്കാനാണ് തയ്യാറാകുന്നത്? റെഡി ടു പേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് വില കൊടുക്കാനാണ് അവര് തയ്യാറാകുന്നത്? അതുപോലെ എന്താണ് where and when goods are required. where എന്താ ഇവിടെ, പിന്നെന്താ എപ്പോൾ അല്ലെ? ഇവിടെ എപ്പോഴാണ് സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്? അതുപോലെ നെക്സ്റ്റ് എന്താ മാർക്കറ്റിംഗ് begin before production come about. എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് അല്ലെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? മാർക്കറ്റില് ഇപ്പൊ നമ്മള് ആഡ് കൊടുക്കണം, പ്രമോഷൻ കൊടുക്കണം അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ലോഞ്ചിങ്, കമ്മിങ് സൂൺ അല്ലെ? ആ ഒരു സിനിമയാണെങ്കിൽ നമ്മൾ ഒരു സിനിമ ഇറക്കുന്നതിന് മുമ്പ് ആദ്യം അത് അല്ലെ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിക്കില്ലേ? അതുപോലെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ്സുകൾ ചെയ്യണം. ഇനി എന്താണ് മാർക്കറ്റിംഗ് ends in failure when business is product oriented rather than customer oriented. എന്താണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫെയിൽ ആകുന്നത് എപ്പോഴാണ്? മാർക്കറ്റിംഗിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അത് ഫെയിൽ ആകുന്നത് എങ്ങനെയാണ്? എക്സാമ്പിൾ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. എന്താണ് പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അല്ലെ, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ, ബിസിനസ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ എന്താണ് ഹൈ കോസ്റ്റ് അല്ലെ? പ്രൊഡക്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? മാർക്കറ്റിൽ അത് ഫെയിൽ ആയി പോകും. അതുപോലെ കസ്റ്റമർ ഓറിയന്റഡ് ആണെങ്കിൽ അല്ലെ, കസ്റ്റമേഴ്സ് നീഡ് എന്താണ്, വാണ്ട് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതുപോലെ അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നെങ്കിൽ അതെന്താണ്? മാർക്കറ്റില് സക്സസ്ഫുൾ ആകും. അപ്പൊ മാർക്കറ്റില് ബിസിനസ് ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ ഇറക്കുന്നതെങ്കിൽ അതെന്താണ്? മാർക്കറ്റിൽ ഫെയിൽ ആകും. കസ്റ്റമേഴ്സ് ഓറിയന്റഡ് ആണെങ്കിൽ അതെന്താണ്? മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകും. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാല്? തന്ത്രങ്ങൾ അല്ലെ? മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. നോക്കിയേ, ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമേഴ്സ്. എന്താണ്? ഫലപ്രദമാണ് അല്ലെ? ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രദമായ മാർക്കറ്റിംഗ് തുടങ്ങുന്നത് ആരിൽ നിന്നാണ്? കൺസ്യൂമേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്നാണ്. ഫലപ്രദമായ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് കൺസ്യൂമേഴ്സിൽ നിന്നാണ്. Once the target segment of consumers is identified and their requirements evaluated, working out strategies is the next step. എന്താ പറയുന്നത്? ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ടൊരു ഫേസ് ക്രീം അല്ലെ, ഫേസ് ക്രീം എടുക്കാം, സൺസ്ക്രീം എടുക്കാം. നമുക്ക് സൺസ്ക്രീം ആരായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യാം? ആരായിരിക്കും സൺസ്ക്രീം? ലേഡീസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കൺസ്യൂമറെ ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം എന്താണ്? ആൻഡ് ദെയർ റിക്വയർമെന്റ്സ് ഇവാലുവേറ്റഡ്. അവിടെ ആവശ്യങ്ങൾ എന്താണ് അത് എന്ത് ചെയ്തു? വിലയിരുത്തി. ആദ്യം അൺമിനിട്ടോ കുറിച്ചോട്ടെ വായിച്ചു നോക്കാം.
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ ഫലപ്രദമായിട്ടുള്ള എന്താണ് മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അല്ലെ? എന്തൊക്കെ ചെയ്യണം മാർക്കറ്റിംഗ് ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രമിക്കേണ്ടത്? എന്ത് ചെയ്യണം? ആദ്യം കസ്റ്റമേഴ്സിനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു. സൺസ്ക്രീം അല്ലെ, സൺസ്ക്രീം ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പൊ കൂടുതലും ആരാ യൂസ് ചെയ്യുന്നത്? ലേഡീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്തു. ഇനി അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിലയിരുത്തി. ഏത് കളറിലുള്ള സൺസ്ക്രീം ആണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ഫ്ലേവർ ആണ്, ഏത് കണ്ടന്റ് ആണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഇവാലുവേറ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ആണ് ഇത് സ്ട്രാറ്റജീസ് അല്ലെ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്തു? കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് വിലയിരുത്തി. അതിനുശേഷം തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? വർക്കിംഗ് ഔട്ട് സ്ട്രാറ്റജീസ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. തന്ത്രങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. ക്ലിയർ ആയോ? ഇതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ ആണോ? പിടികിട്ടിയോ എന്താണെന്നുള്ളത്? ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ്? ഇനി നോക്കിയേ, ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങള്? എന്താ അത് പിക്ചേഴ്സ്? എന്ത് പിക്ചറാ കൊടുത്തിരിക്കുന്നത്? എന്ത് പിക്ചറാ കൊടുത്തിരിക്കുന്നത്? 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെ. മാർക്കറ്റിംഗിന്റെ 4 പീസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാർക്കറ്റിംഗിന്റെ 4 പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്രമോഷൻ ഉണ്ട്, പ്ലേസ് ഉണ്ട്. അപ്പൊ 4P ആണ് ഓർത്ത് വെക്കാം. മാർക്കറ്റിംഗിന്റെ 4 പീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് എഴുതി വെക്കാനുള്ളതാണ്. എഴുതണം. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രമോഷൻ ആൻഡ് പ്ലേസ്. ഇനി പ്രൊഡക്റ്റ് എന്താണ്? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതി വെക്കണോ? ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണോ പ്രൊഡക്റ്റ് എന്താണെന്ന്? എനിക്കൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എഴുതി വെച്ചോളൂ. കസ്റ്റമറിന്റെ, മിസ് പറഞ്ഞു തരാം. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ഏതൊരു ഉൽപ്പന്നത്തെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ഇനി പ്രൈസ് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന വിലയാണ് പ്രൈസ്. പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന വിലയാണ് പ്രൈസ്. ഇനി നെക്സ്റ്റ് ആണ് പ്ലേസ്. കസ്റ്റമർ എവിടെയാണോ ആ സ്ഥലമാവാം. പ്ലേസ് എന്ന് പറയുന്നത് കസ്റ്റമർ എവിടെയാണോ ആ സ്ഥലമാവാം. ഓർ സെയിൽസ് നടക്കുന്നത് എവിടെയാണോ ആ സ്ഥലമാവാം. ഓർ സെയിൽസ് നടക്കുന്നത് എവിടെയാണോ
ആ സ്ഥലമാവാം. നെക്സ്റ്റ് ആണ് പ്രമോഷൻ. പ്രമോഷൻ പ്രചരിപ്പിക്കുക. പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രചരിപ്പിക്കുക. ഇപ്പൊ മിസ് പറഞ്ഞു തരാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇരിക്കുള്ളൂ. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ്, ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ. അപ്പൊ എന്റെ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ആഡ്സ് വഴി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അതുവഴി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ പ്രൊഡക്റ്റ് ഇതാണ്, ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇത്ര ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ ഇത്ര പ്രൈസ് ആണ് എന്നുള്ളത് ആഡ്സ് വഴി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് പ്രമോഷൻ, പ്രചരിപ്പിക്കുന്നത്. പ്രൊഡക്റ്റ് പറയണോ? പ്രൊഡക്റ്റ് പറഞ്ഞു തരാം. 1 മിനിറ്റ് കേട്ടോ, ഒന്നുകൂടി പറഞ്ഞു തരാം. പ്രമോഷനിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇത് മാത്രം കുറിച്ച് വെക്കാം കേട്ടോ. പ്രമോഷൻ എന്ന് പറഞ്ഞാല് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ്. കമ്പനിയും കൺസ്യൂമറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെയാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. പ്രമോഷൻ എന്നത് രണ്ടുപേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ്, കമ്പനി ആൻഡ് കൺസ്യൂമർ. 4 പോയിന്റ് കിട്ടിയോ എല്ലാവർക്കും? ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നവും പ്രൊഡക്റ്റ് ആണ്. അതിന് പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ഇനി എന്താണ് പ്രൈസ് എന്ന് പറഞ്ഞാല് പ്രൊഡക്റ്റ് ലഭിക്കാൻ വേണ്ടി നാം കൊടുക്കുന്ന വിലയാണ് പ്രൈസ്. പ്ലേസ് എന്താ പറഞ്ഞത്? കൺസ്യൂമർ എവിടെയാണോ ആ സ്ഥലമാവാം, അല്ലെങ്കിൽ എന്താണ് സെയിൽസ് നടക്കുന്നത് എവിടെയാണോ ആ സ്ഥലമാവാം. ഇനി പ്രമോഷൻ എന്താണ്? പ്രചരിപ്പിക്കുന്നത് അല്ലെ. ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പോകുമ്പോ ആ പ്രൊഡക്റ്റ് എന്താണോ, അല്ലെങ്കിൽ ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഏതാണോ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമോഷൻ, പ്രചരിപ്പിക്കുന്നതാണ്. ആഡ്സ് വഴിയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. പരസ്യങ്ങളിലൂടെയാണ് ഓരോ പ്രമോഷനും നടക്കുന്നത്. ഈ പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ്. ആരൊക്കെ തമ്മിലാണ്? കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് പ്രമോഷൻ. കിട്ടിയോ എല്ലാവർക്കും പോയിന്റ്? 4 പോയിന്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് എന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് കൊടുത്തിരിക്കുന്നത്. തന്ത്രങ്ങൾ ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ അടിയിൽ പഠിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന പേജുകളിലൊക്കെ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് പോർഷനിൽ പഠിക്കുന്നതാണ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ. മാർക്കറ്റിംഗ് മിക്സ്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാല്? ദ മിക്സിംഗ് ഓഫ് ദ whole strategies for a successful marketing program and for the containment of chosen consumer segment is called marketing mix. ചുരുക്കത്തിൽ ചെറുതാക്കി പറഞ്ഞു തരാം എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ്. നമ്മള് മുമ്പിൽ കണ്ടില്ലേ എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി പഠിച്ചു, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രമോഷൻ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഈ 4 സ്ട്രാറ്റജീസിന്റെയും മിക്സിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ്. നമ്മള് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാല് സംതൃപ്തി, കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിക്ക് അനുസരിച്ച് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്
4 സ്ട്രാറ്റജീസും യൂസ് ചെയ്യുന്നുണ്ട്. ആ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ്ങിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ചെറുതാക്കി പറഞ്ഞു തരാം. ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ് എന്ന് പഠിച്ചാലും മതി കേട്ടോ. ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ് കോൾഡ് മാർക്കറ്റിംഗ് മിക്സ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, എന്താണ് മാർക്കറ്റിംഗ് മിക്സ്? ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ്. ക്ലിയർ ആയോ? ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉള്ളത്? ഏതിന്റെയൊക്കെ മിക്സിംഗ് ആണ്? ഏതിന്റെയൊക്കെ മിക്സിംഗ് ആ? ഏത് സ്ട്രാറ്റജീസിന്റെയൊക്കെ മിക്സിംഗ് ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാല്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രമോഷണൽ, ഡിസ്ട്രിബ്യൂഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. നമ്മൾ ആദ്യം കണ്ടു അല്ലെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്. 4 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് കണ്ടു. പ്രൊഡക്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷണൽ ആൻഡ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. അതിലെ ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. ഡിസ്ട്രിബ്യൂഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അപ്പോ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ. ആ ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ന്യൂ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കുന്ന ഡിസിഷൻ ആണ് അവിടെ പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് അല്ലെ, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഡിസിഷൻ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എടുക്കുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് പ്ലേസ് അത് തന്നെയാണ് കേട്ടോ. നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കുന്ന ഡിസിഷൻ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എടുക്കുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് the right consumer goods and services to the right target audience. അപ്പോ ഇതിനകത്ത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? റൈറ്റ് കൺസ്യൂമർക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ്, റൈറ്റ് കൺസ്യൂമർക്ക് നല്ല രീതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു മെയിൻ ഡിസിഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ശരിയായ രീതിയിലുള്ള കസ്റ്റമേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, റൈറ്റ് കൺസ്യൂമർ എന്ന് പറഞ്ഞത് അല്ലെ. ശരിയായ രീതിയിലുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം? ശരിയായ കൺസ്യൂമേഴ്സിന് നൽകുക എന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ് പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി അല്ലെ, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവും, അതിന്റെ പാക്കേജിങ്, ഡിസൈൻ എങ്ങനെയാണ്, ബ്രാൻഡ് നെയിംസ് അല്ലെ. എന്താ ബ്രാൻഡ് നെയിംസ് എന്ന് പറഞ്ഞാല്? പലതരത്തിലുള്ള ഇപ്പൊ സോപ്പ് എടുക്കുകയാണെങ്കിൽ എന്താണ്? സോപ്പിന്റെ പലതരത്തിലുള്ള നെയിംസ് ഉണ്ടാവും അല്ലെ. ലെക്സ്, റെസോണ, അതുപോലെ സന്തൂർ, പിന്നെന്താ അങ്ങനെ പല നെയിമുകളില് പേഴ്സ്, ചന്ദ്രിക, അങ്ങനെയുള്ള പല രീതിയിലുള്ള നെയിംസ് ഉണ്ടാവും. അതാണ് ബ്രാൻഡ് നെയിം കേട്ടോ. ഇനി എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഗവേഷണം, അതുപോലെ തന്നെ വികസിപ്പിച്ചെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഉൾക്കൊള്ളുന്നത്. ഇനി അതിന്റെ പ്രധാന എയിം എന്താ പറയുന്നത്? ദ എയിം ഓഫ് product strategy is to evolve products that will meet buyer expectation. എന്താണ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാല്? എക്സ്പെക്ടേഷൻ എന്താ? പ്രതീക്ഷ അല്ലെ. എന്താണ്? വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട
എയിം ആരുടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാന എയിമായിട്ട് മെയിൻ എയിമായിട്ട് പറയുന്നത്. ഇവോൾവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവോൾവ് എന്താ? ഇവോൾവ് ഉൾക്കൊള്ളുക അല്ലെങ്കിൽ എന്താ? ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ കേട്ടോ. ഡെവലപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്താ ഇവിടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ബയ്യറുടെ അല്ലെ, വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മെയിൻ എയിമായിട്ട് പറയുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എങ്ങനെയുള്ള ഡിസിഷൻ ആണ് എടുക്കുന്നത്? ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക എന്നുള്ള ഡിസിഷൻ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയില് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ അതിനകത്ത് പറയുന്നത് എന്താണ്? ശരിയായ കൺസ്യൂമേഴ്സിന് ശരിയായ രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി ഉണ്ട്, ന്യൂ പ്രൊഡക്റ്റ് പാക്കേജ്, അതിന്റെ ഡിസൈൻ ഉണ്ട്, ബ്രാൻഡ് നെയിം ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ബയ്യറുടെ, വാങ്ങുന്ന ആളുടെ, സാധനം വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ആയിരിക്കണം ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കട്ടോ. പഠിച്ചിട്ടുണ്ടോ? ബികോം പഠിച്ചവർ ആരൊക്കെയാണ് ഇതിനകത്ത്? കൊമേഴ്സ് പഠിച്ചത് ഒരാളുള്ള? ആ, കുറച്ച് പേരുണ്ടല്ലേ. അവർക്ക് എളുപ്പമായിരിക്കും മാർക്കറ്റിംഗ് ഒക്കെ. ഇനി വന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഉണ്ട്, അതൊക്കെ MBA, അതും കുഴപ്പമില്ല. അവർക്ക് പറഞ്ഞാല് പെട്ടെന്ന് ക്ലിയർ ആവും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? ചാപ്റ്റർ ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ആ, ഇല്ല. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ? കിട്ടിയോ കൺസെപ്റ്റ് എന്താണെന്ന് മാർക്കറ്റിംഗിന്റെ? ചെറുതായിട്ടുണ്ടല്ലേ, അത് പഠിച്ച് വരും. നമ്മൾ പഠിക്കാതെ രക്ഷയില്ലല്ലോ, പഠിക്കണം നമ്മള്. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, കൂടുതൽ എടുക്കുന്നില്ല. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? മാർക്കറ്റിംഗിന്റെ 3 ഡെഫിനിഷനും നോക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് പറഞ്ഞു തരാം കേട്ടോ ഇതിനകത്ത്. മാർക്കറ്റിംഗിന്റെ 3 ഡെഫിനിഷനും പഠിക്കാം. അതുപോലെ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്, 3 കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ, അത് ശ്രദ്ധിക്കാം. അതുപോലെ 4 P's ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്, അതൊന്ന് പഠിക്കണം. എളുപ്പമല്ലേ പഠിക്കാൻ? 4 P's എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഓർമ്മ വരാം. Pകളാണ്, 4 P എന്തൊക്കെയാണ് ഉള്ളത്. ഇനി അതുപോലെ തന്നെ സ്ട്രാറ്റജി 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചില്ലേ, അതിന്റെ തന്നെ സെയിം ആണ്, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി കേട്ടോ, ഇതൊന്ന് പഠിക്കാം. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയും പ്ലേസ് സ്ട്രാറ്റജി തന്നെയാണ് കേട്ടോ. അത് നമ്മൾ വരുന്ന ഇതിൽ പഠിക്കും, പോർഷനിൽ പഠിക്കും കേട്ടോ. പിന്നെ മാർക്കറ്റിംഗ് ചെറുതാക്കി പറഞ്ഞില്ലേ മിസ്, എന്താണ്? മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ്.
എന്താണെന്നുള്ളത് പഠിക്കാം. പിന്നെന്താ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അതിന്റെ എയിം പഠിക്കാം. അതിനുള്ള കാര്യങ്ങൾ കുറച്ചുള്ളൂ ഇതിനകത്ത്. വായിച്ചാൽ മനസ്സിലാകില്ലേ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി? ക്ലിയർ ആണോ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി? ഡൗട്ട് വല്ലതുണ്ടോ? ക്ലിയർ ആണ്. ഒന്ന് വായിച്ചു നോക്കൂട്ടോ. ആ മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഇനി ഡൗട്ട് ഉള്ളവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസർ അല്ലെ, നിർമ്മാതാവിൽ നിന്ന് സർവീസസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന്റെ ഫ്ലോ മാനേജ് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റി ആണ് മാർക്കറ്റിംഗ്. അതുപോലെ എന്താണ്? സെലക്ടഡ് കൺസ്യൂമർ സെഗ്മെന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്തൃ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ളതും, സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാല് വ്യവസ്ഥാപിതമായിട്ടുള്ളതും വികസിപ്പിച്ചെടുത്തിട്ടുള്ളതുമായ സർവീസസിന്റെ ഡിസ്ട്രിബ്യൂഷനെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. അതുപോലെ എന്താ ഇവിടെ നെക്സ്റ്റിൽ വരുന്നത് എന്താണ്? വേരിയസ് മാർക്കറ്റുകളുടെ അല്ലെങ്കിൽ പല വിപണിയിലുള്ള പലതരത്തിലുള്ള വിപണികളുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ എക്സ്ചേഞ്ച് റിലേഷനെ പറയുന്നതാണ് മാർക്കറ്റിംഗ്. എക്സാമ്പിൾസ് പറഞ്ഞത് മനസ്സിലായില്ലേ മക്കൾക്ക്? ക്ലിയർ ആണോ? ആ എക്സാമ്പിൾ വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാല് ആ ഡെഫിനിഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഡെഫിനിഷൻസ്. ഇനി എന്താ പറഞ്ഞത്? മാർക്കറ്റിംഗിന്റെ സെവറൽ ഫങ്ഷൻസ്: നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതൊക്കെ നോക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെ, ആരാണ്? കസ്റ്റമേഴ്സിൽ അല്ലെ. എഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ബിഗിൻ ചെയ്തത്, ആരംഭിക്കുന്നത് കസ്റ്റമേഴ്സിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയാണ് ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം കൺസ്യൂമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾ വിലയിരുത്തണം, ഇവാലുവേറ്റ് ചെയ്യണം, അതിനെ പറ്റിയ തന്ത്രങ്ങള് ആവിഷ്കരിക്കണം. ഇനി എന്താ? 4 P's ഓഫ് മാർക്കറ്റിംഗ്. എന്താ പറഞ്ഞാൽ നമ്മള് 4 P'സില് 4 P ഉണ്ട് എന്നുള്ളത് ഓർമ്മയിൽ വരണം. 4 P എന്താ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രമോഷൻ, സെയിൽസ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് പറഞ്ഞു. സ്ട്രാറ്റജീസ് എന്തൊക്കെയാ പറഞ്ഞത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, പ്രമോഷണൽ പറഞ്ഞു. ഇനി അടുത്ത പോർഷനിൽ ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു തരാം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ്, പ്രമോഷണൽ സ്ട്രാറ്റജീസ്, പ്രൈസിംഗ് സ്ട്രാറ്റജി. അതുപോലെ എന്താണ്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞ 4 സ്ട്രാറ്റജിയുടെയും മിക്സിങ്ങിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ലാസ്റ്റ് പോർഷൻ ആണ് നമ്മൾ പറഞ്ഞത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയില് ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക എന്ന ഡിസിഷൻ ആണ് എടുക്കുന്നത്. അതില് എന്താണ് പറഞ്ഞത്? മെയിൻ ആയിട്ട് പറഞ്ഞത് ശരിയായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ശരിയായിട്ടുള്ള റൈറ്റ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ എന്താ? അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാല് ബയ്യറുടെ, സാധനം വാങ്ങുന്ന ആളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വേണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ? ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ. അപ്പൊ നാളെ വരുമ്പോ ഇത്രയും പഠിച്ചിട്ട് വരണം കേട്ടോ. വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ. വായിച്ച് മനസ്സിലാക്കിയിട്ട് വന്നോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 3ഉം 4ഉം മൊഡ്യൂള് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കണം. ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിച്ച് പഠിച്ചിട്ട് വരണം അടുത്ത ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി. ഓക്കെ. താങ്ക് യു.